ഹായ്, ഞാനിന്ന് ലഞ്ചിന് വേണ്ടി വെച്ച കറികളും ഒക്കെയാണ് കാണിക്കുന്നത്. കുറച്ച് ദിവസമായി ഇങ്ങനെ ചോറും ഒക്കെ കഴിച്ചിട്ട് നോമ്പായിരുന്നല്ലോ. അപ്പം ഇന്ന് ഇങ്ങനെ ചോറും കറിയൊക്കെ വെച്ചിട്ടുള്ള അത് കാണിക്കുന്നുണ്ട്. പിന്നെ കൊഞ്ചാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. കൊഞ്ച് മീനാണ് വാങ്ങിച്ചത്. അത് വന്നിട്ട് നല്ല തണുപ്പാണ് കേട്ടോ. അത് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വെണ്ടയ്ക്ക ഒരു കറി വയ്ക്കുന്നുണ്ട്. വെണ്ടയ്ക്ക കുറച്ച് വിനെഗർ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നല്ലോണം വാഷ് ചെയ്ത് എടുക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പുണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇത്രയും ഇട്ടിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇനിയിപ്പം മുളക് പൊടി തീർന്നു പോയി, മല്ലിപ്പൊടിയൊക്കെ. അപ്പം ഞാനത് ഒന്ന് ജാറിലോട്ട് ഇടുകയാണ്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഫ്രഷായിട്ട് അരച്ച് നാട്ടിൽ നിന്നാണ് ഞാൻ കൊണ്ടുവരാറ്. പിന്നെ തീരുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് സാധനങ്ങൾ. പൊടിയൊക്കെ കാശ്മീരി ചില്ലിയൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങുന്നത്. ഇത് കൊണ്ടുവന്ന് ഇത് തീർന്നു. ഇനി നാട്ടിൽ പോകുമ്പോൾ ഇതേപോലെ കൊണ്ടുവരും. അങ്ങനെയാണ് ചെയ്യാറ്. ഇനി നമുക്ക് അരപ്പ് നല്ലവണ്ണം അരച്ചെടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം അരച്ച് വയ്ക്കാം. ഇനി ചോറ് വെക്കാനുള്ള അരി ചുവപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്, ചമ്പാരി. അത് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു ചൂടുവെള്ളത്തിലിട്ട് ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ ഇട്ട് വെച്ചിട്ട് നമുക്ക് കുക്കറിലിടാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. വെണ്ടയ്ക്ക നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ 1 ഇഞ്ച് കനത്തിൽ അരിഞ്ഞ് വയ്ക്കാം. എല്ലാം ഒരേപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇനി കറിക്ക് വേണ്ടിയിട്ട് പുളി വേണം. അതിനായിട്ട് കുറച്ച് പുളി, ഇത്തിരി പുളി എടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. അതൊന്ന് കുതിരണം. ഓക്കെ, ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അത് ഇത്തിരി ചൂടാകുമ്പോൾ കുറച്ച് കടുകും വറ്റൽമുളകും പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞിടാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ടിട്ട് ഒരു പച്ചമുളകും കീറിയിടാം. ഇത്രയും ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റാം. തുറന്ന് വെച്ചിട്ട് വഴറ്റിയാൽ മതി. അതിലുള്ള ഈർപ്പമൊക്കെ ഒന്ന് പോകാനായിട്ടാണ്. ഒന്ന് പകുതി വെന്ത് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്താൽ മതി. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വഴറ്റാം.
വഴറ്റിയതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പും ചേർത്തിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്ക് പുളി വെള്ളം ചേർക്കാം. ഇനിയിപ്പോൾ നല്ലോണം നമുക്ക് ഇളക്കിയതിന് ശേഷം ഉപ്പുണ്ടാന്ന് നോക്കിയിട്ട് ഉപ്പ് നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ ഒരു തക്കാളി ഒന്ന് അരിഞ്ഞിടണം. ഒരു ചെറിയൊരു തക്കാളിയും കൂടി നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് മതിയാവും. വെണ്ടയ്ക്ക പെട്ടെന്ന് വെന്ത് കിട്ടും. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതേ സമയം നമുക്ക് വന്നിട്ട് അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അത് എടുത്തിട്ട് കഴുകിയിട്ട് നല്ലോണം ഒന്ന് ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ മതിയാവും. ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് 1 മണിക്കൂർ ഇട്ടതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കലാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ കറി റെഡിയായി കേട്ടോ. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കാം. അടുത്തത് വന്നിട്ട് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കൊഞ്ച് വെള്ളത്തിൽ ഒന്ന് അത് ഫ്രീസൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഈ അഴുക്കുണ്ടല്ലോ അതിങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. ബാക്ക് ഭാഗവും ഇങ്ങനെ എടുക്കാറുണ്ട്, വെയിൻ പോലെ ഇരിക്കുന്നത്. ഫ്രണ്ടിലും ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് കീറിയിട്ട് ഇങ്ങനെ ഇളുത്തെടുക്കാം. നല്ല ഈസിയാണ്. കൊഞ്ചിൻ്റെ ഈ 2 വശമുള്ള ഈ വെയിൻ പോലത്തെ ഇത് അഴുക്ക് പോലെ ഇരിക്കുന്നല്ലോ, അത് എടുത്ത് കളയണം. ചിലർക്ക് ഇത് വയറുവേദനയൊക്കെ വരും. പിന്നെ അത് നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് പിന്നെ നമുക്കതിൽ മസാല ചേർക്കാം. ഇതൊരു സ്പെഷ്യൽ മസാലയാണ് ഞാൻ ഇടുന്നത്. അതിനായിട്ട് എളുപ്പമാണ്. അതിനായിട്ട് 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി 1 സ്പൂൺ അരച്ചത്, ഇത്രയും ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നല്ലോണം പുരട്ടി നമുക്കൊരു 5 മിനിറ്റ് വയ്ക്കാം. ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് വന്നിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ട് നമുക്ക് 2-3 കാന്താരി മുളകുണ്ടായിരുന്നു, അതാണ് ഇട്ടിരിക്കുന്നത്. പച്ചമുളകും ചേർക്കാം. പിന്നെ 2-3 ചെറിയ ഉള്ളി ചേർക്കണം. പിന്നെ 1 കഷ്ണം ഉള്ളി, പിന്നെ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഞാൻ ക്രഷ്ഡ് ചില്ലി ഉണ്ടായിരുന്നു, അതാണ് ചേർത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി ചോറിന് കഴിക്കാനായിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 2-3 കറിവേപ്പില ലീവ്സും കൂടെ ഇട്ടിട്ടുണ്ട്.
ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലോട്ട് വയ്ക്കാം. അപ്പോൾ ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് ചോറ് റെഡിയായെന്ന് തോന്നുന്നു. അത് നമുക്ക് ഓഫ് ചെയ്തിട്ട് സിമ്മൊക്കെ വിസിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ വയ്ക്കാം. ഇനി വന്നിട്ട് നമുക്ക് കൊഞ്ച് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് ഈ കൊഞ്ച് എല്ലാം ഇങ്ങനെ എടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയിലിട്ടിടാം. നല്ല സിമ്മിലോട്ട് വെച്ചിട്ട് എടുക്കാം. കുറച്ച് സമയം മതിയാവും. ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് വന്നിട്ട് കുറച്ച് തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ കുറച്ച് മുകളിൽ ഇങ്ങനെ സ്പ്രെഡാക്കി ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഉടനെ തന്നെ അടച്ച് വയ്ക്കാം. മറിച്ചിട്ടിട്ട് വെന്തിട്ടുണ്ടല്ലോ, എല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ഇതൊരു സ്പെഷ്യൽ കൊഞ്ച് ഫ്രൈ ആണ്. നല്ല ടേസ്റ്റാണ്. അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരുവും പിന്നെ മുരിങ്ങക്കായും കൊണ്ടുള്ള ഒരു അവിയലാണ്. ഇതും നല്ല ടേസ്റ്റാണ്. അതിനായിട്ട് നമ്മൾ ചക്കക്കുരു ഒന്നെല്ലാം അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് രണ്ടായിട്ട് കീറിയെടുക്കാം. ഇത് ഞാൻ ലൂലൂന്ന് വാങ്ങിച്ച ചക്കയാണ്. പക്ഷേ ജാക്ക് ഫ്രൂട്ട് ഫസ്റ്റ് ഇട്ടപ്പോൾ വാങ്ങിച്ച ചക്കയായിരുന്നു. പക്ഷെ ചക്ക വന്നിട്ട് ഒട്ടും ടേസ്റ്റ് ഇല്ല. പിന്നെ അത് കളഞ്ഞു. പിന്നെ ചക്കക്കുരു എടുത്തു. പിന്നെ അങ്ങനെ എപ്പോഴും ലൂലൂന്ന് വാങ്ങിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്രാവശ്യം വാങ്ങിച്ചപ്പം പറ്റിപ്പോയി. ഓക്കെ എന്നാൽ പിന്നെ നമ്മൾ ഈ ചട്ടിയിൽ ഈ ചക്കക്കുരുവും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരുവും പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു സവാളയുടെ പകുതി ഒന്ന് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടതിന് ശേഷം ഒരു പച്ചമുളക് കീറിയിടാം. പിന്നെ ഒരു തക്കാളി ഇടണം. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വയ്ക്കാം. വേവിച്ചതിന് ശേഷം കുറച്ച് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മുരിങ്ങയൊക്കെ കഷ്ണം ഇട്ടാൽ മതി. ഇനി നമുക്ക് അതിനായിട്ടുള്ള അരപ്പുണ്ടാക്കാം. 1 കപ്പ് തേങ്ങ ഇട്ടിട്ട് കുറച്ച് ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 2 പച്ചമുളക്,
വെളുത്തുള്ളി, 2-3 വെളുത്തുള്ളി ഇത്രയും ഇട്ടിട്ട് ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. ഇപ്പം ഇതുപോലെയാണ്. ഇനി നമുക്ക് അത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഇതൊരു പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയ്ക്ക അതിലോട്ട് ഇടാം. ഇട്ടിട്ട് നമുക്ക് നേരത്തെ ഇപ്പം ഉണ്ടാക്കി വെച്ചല്ലോ ആ അരപ്പം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും നോക്കി ഉപ്പും ഇട്ടതിന് ശേഷം നമുക്കൊന്ന് തീ സിമ്മിൽ വെച്ചിട്ട് തന്നെ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിങ്ങനെ സെറ്റായിട്ട് വെന്ത് വരും. ചോറൊന്ന് നോക്കാം. അത് വിസിലൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അരിപ്പയിലോട്ട് ഒഴിക്കാം. ഇതിലോട്ട് ഒഴിച്ച് നമുക്കൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ വാന്ന് കിട്ടും. ഇങ്ങനെ നമ്മൾ ഇതേപോലെ ചൂടുവെള്ളത്തിൽ അരി കഴുകിയതിന് ശേഷം ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് 1 മണിക്കൂർ വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ ഇട്ട് വയ്ക്കാം. ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് കുക്കറിൽ വെച്ച് എടുക്കുന്നെങ്കിൽ ഒരു 4-5 വിസിലിൽ നല്ലപോലെ വെന്ത് കിട്ടും. ഇപ്പം ചമ്പാരി ഇത്തിരി വേവൽ കൂടുതലാണല്ലോ. ചില അരി പെട്ടെന്ന് വെന്ത് കിട്ടും, ചിലത് വന്നിട്ട് നല്ല വേവലുണ്ടാകും. ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച്. പിന്നെ നമ്മൾ ദുബായിലോട്ട് ഒരാവശ്യത്തിനായിട്ട് പോയി. നല്ല വെയിലായിരുന്നു കേട്ടോ. ഇവിടെ നല്ല വെയിൽ തുടങ്ങി, നല്ല ചൂടാണ്. അങ്ങനെ നമ്മൾ അസറൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കരിച്ചതിന് ശേഷം നമ്മൾ പോയിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ മഗ്രിബ് ടൈമൊക്കെ ആയപ്പോൾ ഫെസ്റ്റിവൽ സിറ്റി പോയി. ഐക്യ ഉണ്ടല്ലോ, ഐക്യക്കകത്തൊന്നും കയറിയിട്ടില്ല. പിന്നെ വെറുതെ അവിടെ പോയിട്ട് മക്കൾക്ക് പിന്നെ ഇത് വേണം സാത്തർ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഡിന്നറിന് സാത്തറും കഴിച്ചിട്ട് അങ്ങനെ നൈറ്റ് വീട്ടിലോട്ട് വന്നു. ഇതാണ് നമ്മുടെ വീക്കെൻഡ്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക റെസിപ്പി. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നെങ്കിൽ നിങ്ങളെനിക്ക് സബും ലൈക്കും കമൻറ്റൊന്നും തരാനൊന്നും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.